ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം. നമ്മളെ ചെറുപ്പത്തിലെ ഇൻജക്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങള്. അപ്പൊ സത്യം പറയാലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. നമ്മുടെ പേരൻസൊക്കെ കാരണന്മാർ പറഞ്ഞ കാര്യങ്ങളറിയാം. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും. അപ്പോൾ അവർ ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് നമ്മൾ നല്ലൊരു ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ്. പക്ഷെ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിക്കും. യുക്തിവാദികളുടെ ആദർശം അനുസരിച്ച് ഈ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കേണ്ട എന്ത് കാര്യമുണ്ട്? അവർ പരിണാമത്തിലാണ് വിശ്വസിക്കുന്നത്. മതം രൂപപ്പെട്ടത്, മനുഷ്യർ രൂപപ്പെട്ടത് പരിണാമത്തിലൂടെയാണ്, എവല്യൂഷനിലൂടെയാണ്. എവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്താണ്? നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ അതിജയിച്ച് മുന്നോട്ട് പോകുന്ന സ്പീസീസ്, ജൈവവർഗം, ജീവിവർഗം, അതിനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവർ സിദ്ധാന്തിക്കുന്നത്. വൃദ്ധയായ ഈ മാതാവിനെയും പിതാവിനെയും കൊണ്ട് എന്തുപകാരമുണ്ട്? അവർക്ക് പ്രകൃതി നിർദ്ധാരണത്തിന് പറ്റും? ഇല്ല. എൻ്റെ കണ്ണിനൊരു കാഴ്ചക്കുറവ് എന്ന് പറയും. ഡോക്ടറെ കാണിക്കുമ്പോൾ തിമിരം വന്നിരിക്കുന്നു, ഒരു 50,000 രൂപ ചെലവ് വരും, സർജറി കഴിയുന്നു. അത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് അടുത്ത ഡേറ്റ് എഴുതി കൊടുക്കും മറ്റേ കണ്ണ് സർജറി നടത്താൻ. എന്തുപകാരമുണ്ട്? ഈ പുരാവസ്തുവിനെ കൊണ്ട് യുക്തിവാദികളുടെ ആദർശം അനുസരിച്ച് എന്തുപകാരമുണ്ട്? ഉമ്മ, നിങ്ങള് അടങ്ങിയിരിക്കണം കേട്ടോ, വിഴയരുത് എന്നൊക്കെ നമ്മൾ ഉപദേശം കൊടുത്താലും മെല്ലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പുറത്തു വന്ന് നോക്കും. മാർബിളിൽ തെന്നി വീണ് കാല് പൊട്ടും, 2 ലക്ഷം രൂപ ഔട്ട്. എന്നാലും ഒരു വിശ്വാസി അവരെ സംരക്ഷിക്കും. യുക്തിവാദിക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. കാരണം പ്രകൃതി നിർദ്ധാരണത്തിന് സാധ്യമല്ലാത്ത വികലാംഗരും ശക്തി കുറഞ്ഞവരുമാണ് ഈ മാതാപിതാക്കൾ. കേരളത്തിലും ലോകത്തുമുള്ള സർവ്വ മുസ്ലിം പ്രദേശങ്ങളും പരിശോധിക്കുക. അവിടുത്തെ വൃദ്ധസദനങ്ങളിൽ മുസ്ലിങ്ങൾ തുലോം പരിമിതമാണ്. വൃദ്ധസദനങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. പിന്നെ എങ്ങനെയാണ് പേരിനെങ്കിലും കുറച്ച് ആളുകളൊക്കെ എത്തുന്നത്? വല്ല മഹല്ല് കമ്മിറ്റിയോ SYS ഒക്കെ ആരാരുമില്ലാത്ത ആളുകളെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എത്ര വൃദ്ധയായാലും ഒരു ഉപകാരമില്ലെങ്കിലും എൻ്റെ പിതാവാണിത്, തൻ്റെ മാതാവാണിതെന്ന ബോധത്തോടുകൂടെ അവരെ പരിചരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മാതാവിനെയും പിതാവിനെയും പരിചരിക്കുന്നതാണ് എൻ്റെ വിജയമാർഗം എന്ന കൊതിപ്പിക്കൽ കൊണ്ടാണ്. ഈ മാതാവിനെയും പിതാവിനെയും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നരകത്തിലേക്ക് എത്തിപ്പെടുമെന്ന ഭീതി കൊണ്ടാണ്. ഇസ്ലാം കോപ്പയാണ്, ഒരു സംശയമല്ല. അഭിമാനപൂർവ്വം പറയാം നമ്മൾ അതിൽ സന്തോഷിക്കുന്നുവെന്ന്. ഇതില്ലാത്ത നാടുകളെ കുറിച്ച് കൂടെ നമ്മൾ പരിശോധിക്കുക. യുക്തിവാദികളുടെയും മതവിരുദ്ധരുടെയും മതനിഷേധികളുടെയും ദൈവനിഷേധികളുടെയും സ്വർഗഭൂമികളാകുന്ന നോർവേയിലേക്കും ഡെൻമാർക്കിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും ഒക്കെ ഒന്ന് പോകുക, സ്വീഡനിലേക്ക് പോകുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണുള്ളത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ലോകത്തെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ അവിടെയാണുള്ളത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? യുക്തിവാദി തന്നെയായ ഞങ്ങളുടെ നാട്ടുകാരൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തൊക്കെയോ മാജിക്കിന്റെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഗോപിനാഥ് മുതുക്കാട്, അയാൾ യൂറോപ്പിലേക്ക് പ്രഭാഷണത്തിന് പോയപ്പോൾ ഉള്ളൊരു അനുഭവം പറയുന്നുണ്ട്. പ്രഭാഷണത്തിന്റെ മുന്നിൽ ഇതുപോലെ 2 പാർട്ടായിട്ട് ആളുകൾ ഇരിക്കുന്നു. ഒരു പാർട്ട് ഇത് കേൾക്കാൻ വന്ന ആളുകൾ, ഒരു പാർട്ട് മൊത്തം ഓട്ടിസം പിടിച്ചവരും ആൽഷുമേഴ്സ് പിടിച്ചവരും ബുദ്ധിയില്ലാത്തവരും മന്ദബുദ്ധികളുമായ വൃദ്ധന്മാരും വൃദ്ധകളും. എങ്ങനെയാണ് പ്രഭാഷണം കേൾക്കാൻ വന്ന ആളുകളെക്കാളും ഇത്തരം ആളുകളെ ഇവർക്ക് ഒരുമിച്ച് കിട്ടിയത് എന്ന് കൗതുകം അയാൾക്കുണ്ടായത് യാദൃച്ഛികം. സംഘാടകരോട് ഇയാൾ ചോദിച്ചു, എങ്ങനെയാണ് ഇത്രമേൽ വൃദ്ധരെയും വൃദ്ധകളെയും രോഗികളെയും റിട്ടയർഡായിട്ട് ബുദ്ധിമുട്ടുന്നവരെയും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റി? ഇവർ പറഞ്ഞു, ഞങ്ങൾ സംഘടിപ്പിച്ചൊന്നുമല്ല. ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് ഒരു 8, 9, 10 വയസ്സാകുമ്പോൾ മാതാവും പിതാവും മകനും മകളും ചേർന്ന് ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ 2 കുടുംബം ഒരു വീട്ടിൽ വളരാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. അപ്പോ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിടും.
ഈ വൃദ്ധസദനത്തിൽ നരകിച്ചു കഴിയുന്നവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ പൊതുപരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വൃദ്ധസദനം നടത്തുന്ന ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലാതെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതൊന്നും അല്ല എന്ന്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടൊരു മുസ്ലിമിന് യാതൊരു ഉപകാരവുമില്ലാത്ത മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ കഴിയുന്നു? ഈ ഒരു സ്രഷ്ടാവിനെ നിഷേധിക്കുന്നവരെ കുറിച്ചാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ 20-ാമത്തെ വചനത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അഫില്ലാഹി ശക്കും ഫാത്തിരിസ് സമാവാതി വൽ അർള്, ഈ ബ്രഹ്മാണ്ടത്തെ പടച്ച റബ്ബിനെ നിങ്ങൾക്ക് സംശയമാണോ എന്ന് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ ദൈവനിഷേധത്തിന് സാധ്യമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ദൈവത്തെ നിഷേധിച്ചത് ദൈവം ഇല്ല എന്ന് എനിക്ക് തെളിവ് കിട്ടിയിട്ടാണെന്ന് ആർജവത്തോടെ പറയാനോ തെളിയിക്കാനോ ലോകത്ത് ഏറ്റവും വലിയ യുക്തിവാദി നേതാവാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കടക്കം ആർക്കുമേ സാധ്യമല്ല. പിന്നെ എന്തിനാ ഞാൻ ദൈവത്തെ നിഷേധിച്ചത്? അത് പിന്നെ ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദൈവത്തെ അംഗീകരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ധർമ്മനിഷ്ഠമായ ജീവിതമാണ്. അതിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇൻസിസ്റ്റ് നടത്തണം എന്ന് മാത്രമല്ല, മൃഗരതി വേണം, ശവരതി വേണം. എനിക്ക് എൻ്റെ ശരീരത്തെ വെട്ടിമുറിച്ച് പാകപ്പെടുത്തണം. ലൈംഗികതയ്ക്ക് മതം അനുവദിച്ച മാർഗം മാത്രം പോരാ. നിലവിലുള്ളൊരു യമു മീൻസ് എക്സ് മുസ്ലിം നേതാവ് പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാം എന്ന് വിട്ടുപോണത് മാസ്റ്റർബേഷൻ ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ടാണ്, സ്വയംഭോഗം സംവിധാനിക്കാത്തത് കൊണ്ടാണ്. ധർമ്മനിഷ്ഠമായ ജീവിതം മുന്നോട്ട് വെക്കുന്ന മതത്തിന് അത്തരം അധർമ്മങ്ങൾ അംഗീകരിക്കാൻ പറ്റൂല. അവന് പല വണ്ടി ചാർജും കൊടുത്തിട്ട് വേഗം വിട്ടോളൂ എന്ന് പറയല്ലാതെ അവിടെ നിൽക്ക്, നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മതം വേണം മനുഷ്യന്, മതം വേണം മനുഷ്യന്. ഇസ്ലാമിനെതിരെയുള്ള വലിയൊരു ആരോപണമാണ് രവിചന്ദ്രൻ സി, നിങ്ങളുടെ തിരുവനന്തപുരത്തുകാരനാണ്. അവനൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇസ്ലാം കോപ്പയാണെന്ന്. മഗ് എന്നുള്ള അർത്ഥത്തിനുള്ള കോപ്പ കപ്പൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെ കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണെന്ന്. ഇന്നതൊക്കെ ചെയ്തോ എന്നാ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് കൊതിപ്പിക്കും, ഇന്നതൊക്കെ ചെയ്താൽ നരകം കിട്ടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇതാണ് ഇസ്ലാം എന്ന് പരിഹാസ്യ രൂപേണ അവർ കിട്ടുന്ന വേദിയിലൊക്കെ പറയാറുണ്ട്. ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം ഇസ്ലാം കോപ്പയാണെന്ന്. എന്താ കൊതിപ്പിക്കലും പേടിപ്പിക്കലും എത്ര മോശമാണ്. ഒരു ടീച്ചർ പറയാണ്, നാളെ ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ സമ്മാനം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണോ? അതൊരു മോശമാണോ? ഈ ഒരു കൊതിപ്പിക്കലും പേടിപ്പിക്കലും ഇല്ലെങ്കിൽ മനുഷ്യ സമൂഹം വളരെ മനോഹരമായി മുന്നോട്ട് പോകും. രാവിലെ ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ പ്രചോദനം എന്താണ്? തൻ്റെ മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കണമെങ്കിൽ ജോലി ചെയ്ത് വൈകിട്ടാകുമ്പോഴേക്ക് കൂലി കിട്ടും, അതുകൊണ്ട് ഞാനിതാ മടങ്ങി വരും. ഈ ഒരു കൂലിയെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലെങ്കിൽ രാവിലെ ബുദ്ധിമുട്ടി 50 കിലോയുടെ ചാക്കുമേറ്റ് ബസിന്റെ മുകളിലേക്ക് ഓടിക്കേറാൻ ഒരു പോർട്ടർക്ക് എന്ത് പ്രചോദനമുള്ളത്? എന്ത് പ്രചോദനമാണുള്ളത്? ഒരു കുട്ടിയെ പ്രസവിക്കുന്നതും ആ കുട്ടിയെ നോക്കി വളർത്തുന്നതും അമ്മിഞ്ഞയൂട്ടുന്നതും ആഖിറത്തിൽ കൂലി കിട്ടുന്ന കാര്യമാണെന്നറിയുന്ന ഒരു ഉമ്മയ്ക്ക് കുട്ടി കരയുമ്പോൾ തൻ്റെ സ്തനം കുട്ടിയുടെ വായിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മടി ഉണ്ടാവില്ല. അവരതൊരു മുഖ്യമായ കർമ്മമായിട്ട് കാണും. എൻ്റെ സൗന്ദര്യം പോയി പോകും, സ്തനം ഒടഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ പാല് കൊടുക്കൂല എന്ന് പറയുന്ന വൃത്തികെട്ട അമ്മയായി അവർ മാറില്ല. എന്തുകൊണ്ട്? കോപ്പയാണത്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു പണത്തിന്റെ വലിയൊരു കെട്ട് 1 ലക്ഷം രൂപ ഒരു വിശ്വാസിയുടെ മുന്നിൽ പെടുന്നു. അവൻ സൂക്ഷിച്ചു നോക്കുകയാണ്, CCTV ഒന്നുമില്ല, ആരും കാണുന്നില്ല. അതെടുത്ത് പോക്കറ്റിലിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്ന ഒരുത്തന് തോന്നില്ല. എന്തുകൊണ്ട്? ആരുമില്ലാത്ത നിർജ്ജന ശൂന്യതയിലും ഹൃദയങ്ങളുടെ സ്വകാര്യ ചിന്ത മുതൽ കണ്ണിന്റെ വളരെ രഹസ്യമായിട്ടുള്ള നോട്ടം വരെ അറിയുന്ന റബ്ബ് ഇത് കാണുന്നുവെന്ന് അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവൻ ധർമ്മനിഷ്ഠനാകുന്നു, കളവ് നടത്താതിരിക്കുന്നു, വ്യഭിചാരത്തിന് പോകാതെ ഇരിക്കുന്നു,
മാന്യനാകുന്നു, മനുഷ്യനെ പരിഗണിക്കുന്നു, സ്നേഹിക്കാൻ മാത്രം അവന് ശീലം വരുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, മാതാവിനും പിതാവിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. ഒരു വാക്കുകൊണ്ടുപോലും അവളെ ഉപദ്രവിക്കാതെ നോവിക്കാതെ അവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? റബ്ബ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നരകം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവുമ്പോഴേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മതം നൽകുന്ന സുരക്ഷിതത്വം, മനുഷ്യത്വം. ഇതിന് വിരുദ്ധമായി ഒരു നിയമവും വേണ്ട, ഒരു നിയന്ത്രണവും വേണ്ട. ആടാം ചാടാം പാടാം, എന്ത് അധർമ്മവും ചെയ്യാം, താന്തോന്നികളായി ജീവിക്കാമെന്ന് മതവിരുദ്ധർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ജീവിതമാണ് മനുഷ്യന് ദുന്യാവിലും ആഖിറത്തിലും വിജയത്തിനുള്ള ഏറ്റവും ലളിതവും സുതാര്യവുമായ മാർഗം. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ-ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. ഈ പരിശുദ്ധമായ വേദം മനുഷ്യനെ അവന് ഏറ്റവും ഗുണപ്രദമായതിലേക്ക് ചേർക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ഒരു സൂക്തത്തിൽ നിന്നാണ് ഇസ്ലാമിന്റെ ഡെഫിനിഷൻ, നിർവചനം പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്യുന്നത്. ലോകപ്രശസ്തമായ ഫിഖ് ഗ്രന്ഥം 10 വാള്യമുള്ള ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജ്, അതിൻ്റെ ആമുഖത്തിൽ 1-ാം വാള്യം 24-ാമത്തെ പേജിൽ ഇസ്ലാമിന്റെ നിർവചനം പറയുന്നുണ്ട്. വളുഉൻ ഇലാഹിയ്യുൻ സാഹിഖുൽ ലിദവിൽ ഉഖൂലി ഇലാ മാ ഹുവ ഖൈറുൽ ലഹു ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ. എന്താണ് ഇസ്ലാം? വളുഉൻ ഇലാഹിയ്യുൻ, അതൊരു ദൈവിക സംവിധാനമാകുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? സായിഖുൽ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ ഈ ഇസ്ലാം കൊണ്ടെത്തിക്കുന്നു, ചേർക്കുന്നു. ഇലാ മാ ഹുവ ഖൈറുൽ ലഹു, അവൻ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക്. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ, അവരുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് അവർ അതിനെ തെരഞ്ഞെടുക്കുമ്പോൾ. ഫ്രീ വിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വലിയ ചർച്ച ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസ്, അയാളോടൊപ്പം വേറെ 3 പേർ കൂടെയുണ്ട് ന്യൂ എയ്ത്തിസത്തിന്റെ സ്ഥാപകന്മാർ. അതിൽപ്പെട്ട പ്രമുഖനാണ് സാം ഹാരിസൺ. അദ്ദേഹത്തിന്റെ ഫ്രീ വിൽ എന്ന് പറയുന്ന പുസ്തകം തന്നെ ഉണ്ട്. മനുഷ്യന് അങ്ങനെ ഒരു ഇച്ഛാ സ്വാതന്ത്ര്യമൊന്നും ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരാൾ കൊലപാതകം നടത്തിയാൽ അതിന് അയാൾക്കെതിരെ ശിക്ഷ വിധിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ഒരു വ്യക്തിയെ കൊല്ലണമെന്ന് അയാൾക്ക് തോന്നുന്നു, അല്ലാതെ അയാളുടെ നിയന്ത്രണമൊന്നും അതിലില്ല എന്നാണ് ഈ മനുഷ്യൻ സമർത്ഥിക്കുന്നത്. തീർത്തും ബുദ്ധിശൂന്യമായ ഇത്തരം ചില സങ്കല്പങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ ആകത്തുകയാണ് ന്യൂ എയ്ത്തിസം. ദാർശനികമായി കുറെ ആയത്ത് സംസാരിക്കാൻ എനിക്ക് പരിമിതിയുണ്ട്, കാരണം ഇത് അങ്ങനത്തെ ഒരു വേദിയാണ്. പരമാവധി ലളിതമാക്കി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനും നാസ്തികതയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്ന പീറ്റർ സിംഗർ എന്ന് പറയുന്ന മറ്റൊരു യൂറോപ്യൻ എഴുത്തുകാരനുണ്ട്. അയാളുടെ ദി പ്രാക്ടിക്കൽ എയ്ത്തിസം എന്ന പുസ്തകം 3 പ്രധാന കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. 1, മാതാവ്, സഹോദരി, മകൾ പോലെയുള്ള അടുത്ത രക്തബന്ധമുള്ളവരോട് ലൈംഗിക ബന്ധം സമ്മതിച്ചു കിട്ടണം. ഈ വേദിയിൽ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനാണ് ഇൻസിസ്റ്റ് എന്ന് പറയുന്നത്. അമ്മമാരും സഹോദരിമാരും ശരിക്കും മനസ്സിലാക്കണം. ഇത് പ്രചരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ സ്വന്തം മകനെ കൊണ്ട് ഗർഭിണിയാകുന്ന മാതാവ് ഉണ്ടായിത്തീർന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. നിരവധിയായ പെൺമക്കൾ അച്ഛന്മാരെ കൊണ്ട് ഗർഭിണികളാവേണ്ടി വരുന്നത്. പോലീസ് ഓഫീസർ, ഡൽഹിയിലെ പോലീസ് ഓഫീസർ പണ്ട് ഒരു പെൺകുട്ടി ബസ്സിൽ മൃഗീയമായ ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും മരണപ്പെടുകയും ചെയ്തൊരു സന്ദർഭം കേരളവും ഇന്ത്യയും ഒക്കെ അത് ധാരാളം ചർച്ച ചെയ്തിരുന്നു. പോലീസുകാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന രീതിയിൽ ആക്ഷേപമുണ്ടായപ്പോൾ ഡൽഹിയിലെ പോലീസ് ഓഫീസർ പത്രസമ്മേളനം വിളിച്ചിട്ട് അയാൾ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, പെൺകുട്ടികൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഗാർഹിക പീഡനങ്ങളാണ്. എന്ന് വെച്ചാൽ അച്ഛനിൽ നിന്നും, വല്യച്ഛനിൽ നിന്നും, ജ്യേഷ്ഠനിൽ നിന്നും, അമ്മാവനിൽ നിന്നും. അച്ഛനും പെൺകുട്ടിയും ഒന്നിച്ചു പോകുമ്പോൾ പോലീസിന് അവിടെ എന്ത് റോളുണ്ടെന്ന് അയാൾ പത്രക്കാരോട് ചോദിച്ചു. എന്തുകൊണ്ടിങ്ങനെ? ഞാൻ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഇത് സംസാരിക്കുന്നത്.
നിങ്ങളുടെ നാടിനോട് ഏകദേശം ഓരം ചേർന്ന് നിൽക്കുന്ന കോട്ടയത്തുള്ള മനുപ്രസാദ് എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവുണ്ട്. അയാൾ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് വന്നിട്ട് ഒരു വലിയ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച വിഷയം തന്നെ ഇൻസിസ്റ്റിന്റെ പ്രത്യേകതകളായിരുന്നു. മറന്നുപോകരുത്, ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളം കുറച്ചുകൂടെ ടഫാണ്, അഗമ്യഗമനം. വിഷയം ഞാൻ പറഞ്ഞു തരാം. സ്വന്തം മകളെയും സ്വന്തം സഹോദരിയെയും സ്വന്തം ഉമ്മയെയും ലൈംഗിക ബന്ധം അനുവദിക്കണമെന്ന് പറയുന്ന വളരെ കുരുത്തം കെട്ട താന്തോന്നിത്തം. ഇത് യൂറോപ്പിൽ മാത്രമല്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിലും വരുന്നു. അവിടെ നിരവധിയായ പുസ്തകങ്ങളുണ്ട്. യുക്തിചിന്ത പോലെയുള്ള, യുക്തിവിചാരം പോലെയുള്ള കണക്കുകൾ എൻ്റെ മുന്നിലുണ്ട്, അതിൻ്റെ പേജുകളും എൻ്റെ മുമ്പിലുണ്ട്. ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു വിലക്ക് കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലെന്നും അതൊരു നൈസർഗികമായ രീതിയാണെന്നും അതിനു മുമ്പിൽ ഇത്തരം ബന്ധങ്ങളൊന്നും ഒരു ബന്ധനമാവാൻ പാടില്ലെന്നും വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്തുകൊണ്ട് ഇസ്ലാമിക വേദിയിൽ നിന്ന് ഇത്തരം ആദർശങ്ങളെ ശക്തമായി എതിർക്കേണ്ടി വരുന്നു? കേരളം കേരളമായി നിലനിൽക്കാൻ, മനുഷ്യൻ മനുഷ്യനായി തുടരാൻ, ഏതെങ്കിലും മൃഗത്തിനെ പോലെ മനുഷ്യൻ അതപ്പതിക്കാതിരിക്കാൻ. ലൈംഗികത ഒരു പാപല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ആർക്കും ആരുമായും സമ്മതമുണ്ടെങ്കിൽ അതാകാം. ഇവരെല്ലാവരും കൂടെ സമരം ചെയ്തിട്ടാണ് IPC 377 ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് 4 വർഷം മുന്നേ വെട്ടിമാറ്റിയത്. എന്തായിരുന്നു ആ ഒരു വകുപ്പിന്റെ പ്രത്യേകത? അതിൽ വ്യഭിചാരം പാടില്ലെന്നുണ്ടായിരുന്നു. ആണും ആണും തമ്മിലുള്ള സെക്സ്, ഗേ സംസ്കാരം പാടില്ലെന്നുണ്ടായിരുന്നു. പെണ്ണും പെണ്ണുമായുള്ള സെക്സ്, ലെസ്ബിയൻ രീതി പാടില്ലെന്നുണ്ടായിരുന്നു. അതുവരെ പൊളിച്ചു മാറ്റിയതോടുകൂടെ 18 വയസ്സ് പൂർത്തിയായാൽ ആർക്കും ആരുമായും എന്തു ചെയ്യാമെന്ന് ഇന്ത്യയിൽ തീരുമാനം വന്നു. അങ്ങനെയാണ് ഈ തെക്കുഭാഗം കേന്ദ്രീകരിച്ച് 10,000-ഓളം ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെ 2 വർഷം മുന്നേ പോലീസ് പിടികൂടിയിരുന്നു. എന്താണ് ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത? ആ ഗ്രൂപ്പ് ഭാര്യമാരെ വെച്ചുമാറുന്നവരായിരുന്നു. വൈഫ് സൈപ്പിംഗ് ആയിരുന്നു അവരുടെ പണി. കേരളത്തിൽ ആകെ വാർത്തയായത് ആദ്യത്തെ 1-2-3 ദിവസം. പിന്നെ അത് അങ്ങനെ കൂമ്പടഞ്ഞു പോയി. ആയിരക്കണക്കിന് ആളുകൾ ഇത് പ്രയോഗവൽക്കരിച്ചിട്ടും ഒരൊറ്റ കേസ് മാത്രമാണ് പിന്നീട് അങ്ങനെ മുന്നോട്ട് പോയത്. എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ താല്പര്യമില്ലാത്തൊരു സ്ത്രീ അവൾ കേസുമായി മുന്നോട്ട് പോയി. ഭാര്യമാരെ വെച്ച് മാറുക, അതിന് പല രീതികളുണ്ടത്രേ. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ചില വനിതാ മാഗസിനുകൾ നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും. ആ ചേഞ്ചിന് വേണ്ടി, തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന, തന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത, തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു പെണ്ണിനെ മറ്റൊരാൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന അതിനികൃഷ്ടമായ രീതി സാംസ്കാരിക സമ്പന്നരായ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായി. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി. എന്തുകൊണ്ട്? 377 IPC നിയമം ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. പ്രായപൂർത്തിയായ ഒരാൾക്ക് അയാളുടെ സമ്മതമുണ്ടെങ്കിൽ ആരുമായും എന്തുമാകാമെന്നതാണ് പുതിയ നിയമം. ഈ 10,000-കണക്കിന് ആളുകളിൽ ഒരു പെണ്ണിന് മാത്രമാണ് ഇതിൽ താല്പര്യക്കുറവുണ്ടായത്. അവർ കേസുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഭർത്താവിൽ നിന്ന് ഡൈവേഴ്സ് കിട്ടണമെന്ന കേസും അവർ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ബാക്കിയുള്ള കേസുകളെല്ലാം തള്ളിപ്പോയി. എന്തുകൊണ്ട്? 2 പേർക്കും സമ്മതമാണെങ്കിൽ അതൊക്കെ റെഡിയാണ് എന്നാണ്. ഇതൊക്കെ ഓർത്ത ആയത്തിൽ പറയേണ്ടതാണ്. ഈ ഒരു ദുഷിച്ച രീതി കേരളത്തിൽ ഉണ്ടാവരുതെന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷണയിലാകണമെന്ന് നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് പ്രത്യേകം പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാമിന് ഏതെങ്കിലും ഒരു തകരാറുള്ളത് കൊണ്ടല്ല. കുറച്ചാളുകളൊക്കെ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നത്. എക്സ് മുസ്ലിം എന്ന് പറയുന്നതിന് പോലും വല്ല അർത്ഥമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കും. എക്സ് MLA എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനമാണ്. അയാൾ മുന്നത്തെ ടൈമിൽ MLA ആയിരുന്നു അതിന്റെ അർത്ഥം. എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതും അയാളെ കുറിച്ച് ഭൗതിക ലോകത്തെങ്കിലും ഒരു മഹത്വമാണ്. കാരണം മൂപ്പര് മുന്നേ മന്ത്രിയായ ആളാണ്. ഇസ്ലാം പറ്റാത്തത് കൊണ്ടും വെറുത്തിട്ടും ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ആളുകൾ പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്?
നമ്മളാരും ടോയ്ലറ്റിൽ പോയി വിസർജനം നടത്തിയിട്ട് ആ വിസർജ്യത്തെ കുറിച്ച് എക്സ് ബിരിയാണി എന്ന് പറയാറില്ലല്ലോ. നമ്മൾ ആരെങ്കിലും എക്സ് ഇടിയപ്പം എന്ന് പറയാറുണ്ടോ? അത് പറയാറില്ല. ഒരു മഹത്വവും ഒരു താല്പര്യമുള്ള വിഷയമൊക്കെ ആണെങ്കിൽ എക്സ് എന്ന് പറയും. എക്സ് MLA, എക്സ് പള്ളി ജമാഅത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയാം. ഇത് ഇഷ്ടമല്ലാതെ ഇറങ്ങിപ്പോയിട്ട് എക്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ഞങ്ങളൊക്കെ എക്സുകാരാണ്, എന്നിട്ടും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ വൃത്തികെട്ട ലോകത്തേക്ക് സ്വാഗതം എന്ന് നമ്മുടെ മക്കളെ പ്രലോഭിപ്പിക്കാനാണ്. വൈജ്ഞാനികമായി വലിയ ഉഷാറൊന്നും ഇല്ലാത്ത കുട്ടികളെ പിടിച്ച് തെരഞ്ഞു പിടിച്ച് വിവിധങ്ങളായ മോട്ടിവേഷൻ നൽകി ഈ ഒരു നിയന്ത്രണത്തിൽ നിൽക്കരുത്, വളയമില്ലാതെ ചാടണം, എന്തും അനുഭവിക്കണം, ഈ ലോകം അനുഭവിക്കാനുള്ളതാണെന്നും പറഞ്ഞു കയറ്റിയിട്ട് ദീനിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്നു, ഒരു ചെകുത്താനെ സൃഷ്ടിക്കുന്നു. നമുക്ക് ആരുമായി ആ വിഷയത്തിൽ സംസാരിക്കാം. എന്തുകൊണ്ട് മതമില്ലാതെയാകുമ്പോൾ മനുഷ്യൻ ചെകുത്താനാകുന്നു എന്നത് വളരെ മനോഹരമായ രീതിയിൽ ഒരു ദർസ് പഠിക്കുന്ന മുതാലിമിന് പോലും സമർത്ഥിക്കാൻ പറ്റും. അതുണ്ടാവരുതെന്നതുകൊണ്ടാണ് മതത്തിന്റെ വക്താക്കൾ അവരവരുടെ ആളുകളെയെങ്കിലും സംരക്ഷിക്കണമെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് മതം? മനുഷ്യൻ ബുദ്ധിജീവിയാണ്, മനുഷ്യന് വിവേകവും ചിന്താശേഷിയുമുണ്ട്, മനുഷ്യന് മാത്രമാണ് അതുള്ളത്. മറ്റ് ജീവികൾക്കൊക്കെ നൈസർഗികമായ ജീവിതം നയിക്കാനേ പറ്റൂ. ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. ജീവിത രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ അവറ്റങ്ങൾക്ക് സാധ്യമല്ല. എന്തിന്? ഒരു ജോയിന്റ് ഫുഡ് പോലും മനുഷ്യനല്ലാത്ത മറ്റൊരു ജൈവ ലോകത്തും നിലവിലില്ല. ഞാൻ പറയാം, ആട് പുല്ല് തിന്നുമ്പോൾ ആ പുല്ലെന്നെ തിന്നുന്നു മൂപ്പരാൾ. ആ പുല്ലിനോടൊപ്പം ഒരു ചമ്മന്തി കൂട്ടി തിന്നാൻ ഇതുവരെ ആടിന് സാധിച്ചിട്ടില്ല, ഇനി സാധ്യവുമല്ല. അവരുടെ കൂട് നിർമ്മാണം മുതൽ, ഭക്ഷണം മുതൽ, അവരുടെ ജീവിത രീതി മുതൽ, അവരുടെ പ്രകൃതിയിലെ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ മുതൽ, അവരുടെ ലൈംഗിക ബന്ധം വരെ ആ നിയതമായ രീതിയിൽ നിന്ന് മാറുന്നു. ഒരിഞ്ചു പോലും മാറ്റിപ്പിടിക്കാൻ അവർക്ക് സാധ്യമല്ല. കാക്ക എന്ന് പറയുന്ന കേരളത്തിൽ സുലഭമായി കാണുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ കൂട് നിർമ്മാണത്തിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. ആദം നബിയുടെ കാലത്ത് കാക്കയുള്ളതിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. എത്ര വർഷമായി കാണും? ഇതുവരെ കാക്കയുടെ ജീവിത രീതിയിൽ ഒരു മാറ്റവും വന്നില്ല. മോളെ കല്യാണം കഴിക്കാനായി വീട്ടിലൊരു റൂം നിർമ്മിക്കണമെന്നൊരു കാക്കയും വിചാരിച്ചില്ല. നല്ല മഴക്കാലം വരുന്നു, എൻ്റെ കൂടിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചിട്ട് ഒരു റൂഫ് നിർമ്മിക്കണമെന്നൊരു കാക്കയും ഇതുവരെയും വിചാരിച്ചില്ല. നല്ല മഴയത്ത് അതങ്ങനെ കൊണ്ടിരിക്കും. മഴയ്ക്ക് ശേഷം മഴത്തുള്ളികൾ കുടഞ്ഞു കളയാനുള്ള വൃഥാശ്രമം നടത്തും. എന്തുകൊണ്ടങ്ങനെ? ഏത് ജീവി അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ആന്ത്രോപോളജിയൊക്കെ വിശദീകരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ, മനുഷ്യന്റെ ഒന്നാം മനുഷ്യൻ മുതൽ സംസ്കൃതനായിരുന്നു. ഇസ്ലാം അതാണ് പറയുന്നത്. എല്ലാ വിജ്ഞാനവും നേടിയ ആളായിരുന്നു ഒന്നാം മനുഷ്യൻ. നമുക്ക് പുതിയ കാലത്ത് ആന്ത്രോപോളജി, നരവംശാസ്ത്രം അനുസരിച്ച് മുന്നോട്ട് പോവാം. ആദ്യം കാട്ടിലായിരുന്നു അത്രേ, ഗുഹയിലായിരുന്നു അത്രേ, ആയുധങ്ങളില്ലായിരുന്നു അത്രേ. പിന്നെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ശീലിച്ചു വന്നു. ആയുധങ്ങൾ പരുക്കനായി, പിന്നീട് ചെത്തിമിനിക്ക് ഉപയോഗിച്ചു, പിന്നീട് ലോഹങ്ങൾ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. അതിനിടയ്ക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് ശീലിച്ചു. കുടിലുകളിൽ നിന്ന് മെല്ലെ മെല്ലെ നല്ല വീടുകളിലേക്കെത്തി, വീടുകളിൽ നിന്ന് കൊട്ടാരത്തിലേക്കെത്തി. മറ്റ് ജീവികളെയൊക്കെ അതിജയിക്കും വിധത്തിൽ നമ്മുടെ ശാരീരിക പരിമിതികളെ നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഓവർകം ചെയ്യാനും സാധിച്ചു. എങ്ങനെ? നമ്മുടെ ബുദ്ധി കൊണ്ട്, ചിന്താശേഷി കൊണ്ട്. മനുഷ്യന് മാത്രമാണ് കുറേ പൊതുകാര്യങ്ങൾ പരിശോധിച്ച് ഒരു നിയമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. മനുഷ്യൻ മാത്രമാണ് താഴേക്ക് ആപ്പിള വീഴുമ്പോൾ എന്തുകൊണ്ട് ഇത് താഴേക്കെന്ന് ചിന്തിക്കുന്നത്. മനുഷ്യൻ ബുദ്ധിമാനായതുകൊണ്ട് തന്നെ അവന് എല്ലാ നിയമങ്ങളെയും അതിജയിക്കാനും കഴിയും. നമ്മൾ കാട്ടിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചിത്രകഥകളിൽ കാട്ടിൽ സിംഹം രാജാവായത് കാണും, കുറുക്കൻ മന്ത്രിയുമായിരിക്കും. യഥാർത്ഥ ലോകത്ത് സിംഹത്തിന് അറിയില്ല അത് കാട്ടിലെ രാജാവാണെന്ന്. മന്ത്രിക്ക് അറിയില്ല ഞാൻ ഒരു വലിയ സംഭവമാണെന്ന്. മനുഷ്യന്റെ രീതിയിൽ കഥ നെയ്യുമ്പോ, കാട്ടിലെ മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുമ്പോ അത് രാജാവ് മന്ത്രിയൊക്കെ ആവുന്നു. അല്ലാതെ കാട്ടിൽ കോടതിയില്ല, പോലീസില്ല, പട്ടാളമില്ല, നിയമങ്ങളില്ല, ലിഖിതമായ ഒരു കർമ്മങ്ങളുമില്ല.
എന്നാലും സുഗമമായി അത് മുന്നോട്ട് പോകുന്നു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം ഫറോവ എന്ന കിങ്കരന്റെ മുന്നിൽ ദീൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരു രംഗം സൂറത്തു താഹയുടെ 50 മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഫറോവ അദ്ദേഹത്തോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മർ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ പറയുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബ്ബ് ആരാണെന്നാണ്. വളരെ മനോഹരമായി മൂസ അലൈഹിസ്സലാം അതിന് ഉത്തരം നൽകി, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ ജീവികളെയും പടക്കുകയും അവയ്ക്ക് വേണ്ട നിർദ്ദേശം യഥാസമയം നൽകുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ടാണ് ഇന്ന പുല്ല് തിന്നരുതെന്ന് ആട് തീരുമാനിക്കുന്നത്, ഇന്ന രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് മറ്റു ജീവികൾക്കറിയുന്നത്. തൻ്റെ ഈ ശക്തമായ കൊക്കുകൊണ്ട് കൊത്തിക്കൊത്തി മരങ്ങളിൽ പോടുണ്ടാക്കണമെന്ന് മരം കൊത്തിക്ക് തോന്നുന്നത്. ബീവറിന് പാലം നിർമ്മിക്കാനും പുഴയുടെ നടുകെ മരം മുറിച്ചിട്ട് അണക്കെട്ട് നിർമ്മിക്കാനും കഴിയുന്നത്. ഏത് വിദഗ്ധനായ എഞ്ചിനീയറെയും തോപ്പിക്കും വിധം തേനീച്ചക്ക് അറ നിർമ്മിക്കാൻ കഴിയുന്നത്. വളരെ വളരെ കലാപരമായി ചിലന്തിക്ക് അതിൻ്റെ നെറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നത്. മനുഷ്യൻ പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ കേരളത്തിൽ ഒരു നിയമം വന്നു എന്ന് വെറുതെ സങ്കല്പിക്കുക. ഒരാഴ്ച പോലീസും പട്ടാളവും കോടതിയും പ്രവർത്തിക്കില്ല, ആർക്കും ഇഷ്ടമുള്ളത് ചെയ്യാം. ഒറ്റ ലുലുമാളും 2 ദിവസം പിന്നെ ഉണ്ടാവില്ല, കൊള്ളടിച്ചിട്ടുണ്ടാകും. ഒറ്റ ജ്വല്ലറിയും പിന്നെ അങ്ങനെ പ്രവർത്തിക്കൂല, മൊത്തം സ്വർണം വാരിക്കൊണ്ടുപോയിട്ടുണ്ടാകും. ഒരാഴ്ച കഴിഞ്ഞ് മാപ്പ് പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥാനത്ത് ഉണങ്ങിയ പാവല് പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും, കേരളം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു നിയമമില്ലായിട്ടും കാട്ടിലിങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒരു സിംഹവും തന്റെ ശക്തി ഉപയോഗിച്ച് നിരന്തരമായി മാനുകളെ മാന്തിയും പൊളിച്ചും വൃത്തികേടാക്കാറില്ല. മാംസം മാത്രമേ അതിന് തിന്നാൻ കഴിയൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാനിനെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഓടിച്ചിട്ട് പിടിച്ച് കഴിക്കും. അല്ലാതെ പോകുന്ന മാത്രയിലൊക്കെ മാനുകളെ മാന്തുക, പിച്ച, കൊല്ല, ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ബുദ്ധി അവർക്കില്ല. മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ട് കൊള്ളയടിക്കരുതെന്ന് നിയമം വേണം, ജ്വല്ലറി പൊളിക്കരുതെന്ന് നിയമം വേണം, ആരാൻ്റെത് അപഹരിക്കരുതെന്ന് നിയമം വേണം. മനുഷ്യന് മാത്രം നിയമം വേണം. അതുകൊണ്ടാണ് എല്ലാ നാടുകളിലും അവരവരുടേതായ നിയമങ്ങൾ ഉണ്ടാകുന്നത്. എന്നല്ല, ദൈവത്തെയും മതത്തെയും വിശ്വസിക്കാത്ത നാടുകളിൽ അതികഠിനമായ നിയമങ്ങളാണ്. ചൈന ഉദാഹരണം, ഉത്തര കൊറിയ ഉദാഹരണം. കഴിഞ്ഞ വർഷമൊക്കെ ഉത്തര കൊറിയയിൽ വളരെ മാരകമായൊരു നിയമം ഉണ്ടായിരുന്നു. ഫെബ്രുവരി 10 മുതൽ 17 വരെ ആരുമേ ചിരിക്കാൻ പാടില്ല, കരയാനും പാടില്ല. ആ നാട് ഭരിക്കുന്ന അന്നിന്റെ അച്ഛനാകുന്ന ഉന്നിന്റെ 10ാം വാർഷികമായിരുന്നു മരിച്ചതിന്റെ. ആലോചിച്ച് നിങ്ങള്, ആ സീസണിൽ ഒരാളുടെ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ കരയണമെന്നുണ്ടെങ്കിൽ കലണ്ടറിൽ നോക്കണം, ഇനി 4 ദിവസം കൂടെ, ഇനി 3 ദിവസം കൂടെ, ഇന്ന് മുതൽ കരയാം എന്ന് പറയണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൽറ്റി നടത്തുന്നത് ചൈനയിലാണ്. ചില വർഷങ്ങളിലൊക്കെ ലോകത്തെ മറ്റ് രാജ്യങ്ങളെല്ലാവരും കൂടെ നടത്തിയതിന്റെ അത്രത്തോളം ചൈനയിൽ കൊലശിക്ഷ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? മതത്തെയും ദൈവത്തെയും അംഗീകരിക്കാത്തവർക്കും മനുഷ്യനാകുമ്പോൾ ഒരു നിയന്ത്രണം വേണം.